24.0. Welcome to our school radio FM. Stay tuned. നമസ്കാരം പ്രിയ കൂട്ടുകാരെ, ഏറെ അഭിമാനത്തോടെ നമ്മളിതാ ഇന്ന് തുടക്കം കുറിക്കുന്നു. അതിമനോഹരമായ FM ലോഗോ ഡിസൈൻ ചെയ്തു തന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി ശ്രീ ജിത്തു ഭാസ്കറിന് പ്രത്യേകം നന്ദി. എൻ്റെ പേര് ജോഹാൻ കെ മാർട്ടിൻ. ഞാൻ അമയ ജയപ്രകാശ്. അമയ, നമുക്കൊരു പ്രാർത്ഥനാ ഗാനത്തോടെ ആരംഭിച്ചാലോ? തീർച്ചയായും. ഹൃദയരാഗതന്ത്രികൾ ഉണർത്തിക്കൊണ്ട് സിങ്സ് അവർ മെലഡിയസ് സിംഗേഴ്സ് ഫ്രം 3rd A, ഹന്ന ബിയോൺ, ബേത്തൽ ആൻഡ് അനവദ്യ. ജോഹാൻ, സ്കൂൾ തുറന്നിട്ട് അധികമായില്ലല്ലോ. നല്ല മഴയുമുണ്ട്. അതെ, ജൂൺ മാസം 3-ാം തീയതി നമ്മൾ പ്രവേശനോത്സവം നടത്തി. അതെ, കൊച്ചു കൂട്ടുകാരെയും പുതിയ ചില അധ്യാപകരെയും നമ്മൾ വരവേറ്റു. നമുക്കിന്ന് ആശംസയുമായി ഒരു വിശിഷ്ട വ്യക്തി എത്തിയിട്ടുണ്ട്. ഓ, ആരാണ് അദ്ദേഹം? ആശംസ ശ്രീ ബോബി സി മാത്യു, റേഡിയോ ശ്രോതാക്കളുടെ സ്വന്തം ബോബി ചേട്ടൻ. ദീർഘകാലമായി ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ സീനിയർ അനൗൺസർ സേവനമനുഷ്ഠിക്കുന്നു. നമ്മുടെ ഈ സ്കൂൾ റേഡിയോയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കേരളത്തിലെ പ്രസിദ്ധനായ റേഡിയോ അവതാരകൻ ശ്രീ ബോബി സി മാത്യു നൽകുന്ന സന്ദേശം ഇപ്പോൾ ശ്രവിക്കാം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നിങ്ങളെ ഇങ്ങനെ വിദൂരതയിലിരുന്ന് അഭിസംബോധന ചെയ്യുക എന്ന് പറയുമ്പോൾ സത്യത്തിൽ സ്റ്റുഡിയോയിലിരുന്ന് ഒരു മൈക്കിന് മുന്നിൽ സംസാരിക്കുന്നത് പോലെയുള്ള ഒരു തോന്നലാണ് എൻ്റെ ഉള്ളിൽ. നിങ്ങൾക്കറിയാം, റേഡിയോ നിലയത്തിൽ ഒരു മൈക്കിൻ്റെ മുന്നിൽ ഒറ്റയ്ക്കിരുന്നാണ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ശ്രോതാക്കളെ ഒരു അവതാരകൻ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഒരുപാട് പേരോടാണെങ്കിലും ഒരു വ്യക്തിയോട് എന്ന പോലെ നേരിട്ടാണ് നമ്മൾ സംവദിക്കാൻ ശ്രമിക്കുന്നത്. കേൾക്കുന്ന ഒരാൾക്ക് തോന്നുന്നത് ഈ അവതാരകൻ എന്നോട് നേരിട്ടാണ് സംവദിക്കുന്നത് എന്നാണ്. അതാണ് റേഡിയോയുടെ ഏറ്റവും വലിയ പ്രസക്തി. ഒരേ സമയം ലക്ഷക്കണക്കിന് പേർക്ക് തങ്ങളോട് മാത്രമായി ഒരാൾ സംസാരിക്കുന്നു എന്ന ഒരു തോന്നൽ ഉളവാക്കാൻ ഈ മാധ്യമത്തിന് കഴിയുന്നു. അതുതന്നെയാണ് ഈ മാധ്യമത്തിൻ്റെ ഒരു ശക്തിയും. കാരണം തന്നോട് പറയുന്ന ഒരാളെ കേൾക്കാൻ നമുക്കെപ്പോഴും താല്പര്യമാണ്. അയാൾ തൻ്റെ താല്പര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ കൂടുതൽ ഇമ്പമുള്ളതായി തോന്നും ആ കേൾവി. പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു കേൾവി സംസ്കാരം വളർത്താനായിട്ടാണ് കോളയാട് സെയിൻറ്റ് സേവിയേഴ്സ് UP സ്കൂളിലെ കൊച്ചു കൂട്ടുകാരായ നിങ്ങൾ സേവിയർ വോയിസ് എന്ന പേരിൽ ഒരു പ്രക്ഷേപണ സംവിധാനം സ്കൂളിൽ ഒരുക്കുന്നത്. തീർച്ചയായും ഈ ഒരു കേൾവി സംസ്കാരം നിങ്ങളുടെ ചിന്താമണ്ഡലത്തെ കൂടുതൽ ജീവസുറ്റതാക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതിൻ്റെ അനുഭവം എന്ന് പറയുന്നത്, ആ ഒരു സംവേദനം, ആ ഒരു പ്രക്ഷേപണം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചിത്രമാണ് ആ അനുഭൂതിയെ കൂടുതൽ മിഴിവുറ്റതാക്കുന്നത്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു നോവൽ വായിച്ച് കേൾക്കുകയാണ് എന്ന് വിചാരിക്കുക റേഡിയോയിൽ അങ്ങനെ പരിപാടിയുണ്ട്, നോവൽ വായന. നിങ്ങൾക്കും തുടങ്ങാവുന്നതാണ്. കൊച്ചു കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള നോവലുകൾ നിങ്ങളുടെ ഈ സ്കൂൾ റേഡിയോയിലൂടെ വായിക്കാം. അത് വായിച്ച് കേൾക്കുമ്പോൾ ഒരു അവതാരകൻ അവതരിപ്പിക്കുമ്പോൾ നിങ്ങളത് കേൾക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ തിരശ്ശീലയിൽ ആ ആൾ വായിച്ചു തരുന്ന ചിത്രങ്ങൾ തെളിഞ്ഞു വരികയാണ്. ആ ചിത്രങ്ങൾ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. നിങ്ങൾ കാണുന്ന അതിലെ മുത്തശ്ശൻ, നിങ്ങൾ 30 പേര് കേൾക്കുന്ന മുത്തശ്ശൻ 30 തരത്തിലുള്ള മുത്തശ്ശന്മാരെയായിരിക്കും നിങ്ങൾ കാണുക.
അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ ഒരു ലോകം ഈ കേൾവിയിലൂടെ സൃഷ്ടിക്കുകയാണ്. ആ ലോകമാണ് നിങ്ങളെ കൂടുതൽ ഭാവനാശാലികളും നിങ്ങളെ കൂടുതൽ സർഗാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പ്രാപ്തിയുള്ളവരും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പല 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 തലങ്ങളെ അനുഭവിക്കാൻ കെൽപ്പുള്ളവരും ഒക്കെ ആക്കി മാറ്റുന്നത്. അതാണ് കേൾവിയുടെ പ്രത്യേകത. അപ്പോൾ ഈ കേൾവി എന്ന അനുഭവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന ഈ ഒരു റേഡിയോ സംവിധാനം ഏറ്റവും വിജയപ്രദമായി തീരട്ടെ എന്നാണ് എൻ്റെ ആശംസ. നിങ്ങൾക്കതിൻ്റെ ഫലം ഉറപ്പായിട്ടുണ്ടാവും. നിങ്ങളുടെ പഠനത്തെ അത് കാര്യമായ രീതിയിൽ സഹായിക്കും. നിങ്ങൾക്ക് ഭാവന ചെയ്യാനുള്ള ശേഷിയെ അത് വർദ്ധിപ്പിക്കും. നിങ്ങളുടെ ഏകാഗ്രതയെ അതൊന്നുകൂടി ജ്വലിപ്പിക്കും. അത് എല്ലാവിധത്തിലും നിങ്ങളെ സമ്പന്നമാക്കാൻ പറ്റിയ ഒരു മാധ്യമമാണ്. ഈ ഒരു മാധ്യമത്തിലൂടെ നിങ്ങളുടെ സർഗാത്മക ശേഷി നാടകങ്ങളായി, ലഘുനാടകങ്ങളായി, കവിതകളുടെ ആലാപനമായി, ഗാനങ്ങളുടെ അവതരണമായി, അന്നന്ന് ഉള്ള വാർത്തകളുടെ വിശകലനമായി, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പല രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയും. ഇത് നിങ്ങളുടെ എഴുത്തുശേഷിയെ വർദ്ധിപ്പിക്കും, നിങ്ങളുടെ അവതരണ ശേഷി മികവിനെ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ ആ എല്ലാ വിധത്തിലും നല്ലൊരു സംരംഭമാണ് സെയിൻറ്റ് സേവിയേഴ്സ് UP സ്കൂൾ കോളയാട് നടത്തുന്നത്. അതിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. നിങ്ങൾ വളർന്നു വരുമ്പോൾ ഇത് നിങ്ങളുടെ ഒരു നിക്ഷേപമായി തീരട്ടെ ഈ പ്രയത്നം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവിധ വിജയങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു സാർ ഫോർ യുവർ പ്രസൻസ് ആൻഡ് ബ്ലെസ്സിങ്. നമ്മുടെ PTA പ്രസിഡന്റ് സംവിധാനം ചെയ്ത ഒരു തെരുവ് നാടകം കോളയാട് വെച്ച് കണ്ടല്ലോ. അതിൽ ഞാനും ഉണ്ടായിരുന്നു. ഓ റിയലി? എനിക്കത് മനസ്സിലായതേ ഇല്ല. ഞാൻ ആസ്വാദനത്തിൻ്റെ ലഹരിയിലായിരുന്നു. അതെ, ലഹരി വസ്തുക്കൾ തന്നെയാണ് ഇവിടെ വില്ലൻ. അതെ, ലഹരിയെ തുരത്തണം. ജീവിതം തന്നെ ആകട്ടെ നമ്മുടെ ലഹരി. ജൊഹാൻ, ബേപ്പൂർ സുൽത്താൻ ആരാണെന്ന് നിനക്കറിയാമോ? മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ വൈക്കം മുഹമ്മദ് ബഷീർ അല്ലേ? ആ, അത് തന്നെ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന കഥയിലെ സൈനബയെ അവതരിപ്പിക്കാൻ നമ്മുടെ കൂട്ടുകാരി ലിയാന കൂടെയുണ്ട്. എന്നാൽ നമുക്ക് സൈനബയെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ ചങ്ങായിമാരെ, നിങ്ങളൊക്കെ നമ്മളെ ഇങ്ങനെ നോക്കണേ. ഇങ്ങക്ക് എന്നെ മനസ്സിലായില്ല? നമ്മളാ സൈനബ, പാത്തുമ്മത്താത്ത, സാറാമ്മ, സുഹറ, നാരായണി, ഇവരെയൊക്കെ ഓർമ്മയില്ല ഇങ്ങക്ക്? അവരെ കൂട്ടത്തിലുള്ള ആന്ന് അത് തന്നെ, മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ സൈനബ തന്നെ. ഇവർ മാത്രമല്ല കേട്ടോ, ആനവാരി രാമൻ നായർ, പൊൻകുരിശി തോമ, എട്ടുകാലി മമ്മൂന്, നമ്മളൊക്കെ ഒരു കൂട്ടേനു. പിന്നെ ഞാനിവിടെ വന്ന കാര്യം നിങ്ങൾ ആരും എൻ്റെ പാപ്പാനോട് പറയല്ലേ. അത് എന്താണെന്നറിയോ? നമ്മളെ കണ്ടാ വെട്ടി നുറുക്കി കോഴി ബിരിയാണി വെക്കുമെന്ന് പറഞ്ഞ് നടക്കാൻ മൂപ്പര്. എന്തിനാന്നോ? നമ്മൾ മൂത്താപ്പാനെ നിക്കാഹ് കഴിച്ചതുകൊണ്ട്. മൂപ്പരാക്ക് നമ്മളെ കെട്ടിയോന് മൂത്താപ്പാനെ കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാ. ഇങ്ങക്കറിയോ എന്തൊക്കെ ബുക്കാറുണ്ടാക്കിയിട്ടാണ് നമ്മളെ മൂത്താപ്പാനെ നിക്കാഹ് കഴിച്ചതെന്ന്? ഇപ്പം ദേഷ്യം മുഴുവനും നമ്മളോടാ. എന്നാന്നോ മൂപ്പര മുച്ചീട്ട് കളിയിൽ തോൽപ്പിച്ചത് നമ്മളായിരുന്നല്ലോ, അതിൻ്റെ ദേഷ്യം ആന്ന്. അതൊക്കെ പോട്ടെ, നമ്മളെ കൂടെ ഇപ്പോൾ മൂത്താപ്പായും വന്നിട്ടുണ്ട് കേട്ടോ. അതെന്താ അത് പറഞ്ഞപ്പോൾ നിങ്ങളെയൊക്കെ മുഖം അങ്ങ് മാറിയേ? ഓ, മൂത്താപ്പ പോക്കറ്റ് അടിച്ചാലോ എന്ന് പേടിച്ചിട്ടാ? അതൊക്കെ പണ്ടേനി. ഇപ്പം മൂപ്പരാക്ക് അമ്മാതിരി വെടുക്കേർപ്പാടൊന്നുമില്ല. നമ്മളെ കെട്ടിയോന് ശേഷം ആള് ഭയങ്കര നീറ്റാ. നിങ്ങളതിനൊന്നും ബേജാറാകണ്ട, ഒരു കുഴപ്പമില്ല. ഇപ്പം നമ്മളെ ചായ മക്കാനിൽ പൊറോട്ട അടിക്കലും പുട്ടുണ്ടാക്കലും ഒക്കെയല്ലേ പണി. ഈ ദുന്യാവിൽ ആദ്യമായിട്ട് പുട്ടും കടലയും കച്ചവടം തുടങ്ങിയത് ആരാ? ആരാ? ഈ സൈനബ. നമ്മളെ പീടികയിലെ പുട്ടിൻ്റെ സ്വാദൊന്നും വേറെ ഒരിടത്തും കിട്ടൂല കേട്ടോ. എൻ്റെ റബ്ബേ, അതാരാ പറയണത്? അല്ലോ, നമ്മളെ ബാപ്പയല്ലത്? മൂത്താപ്പ വേഗം വന്നോളി, നമുക്കിവിടുന്ന് വേഗം പോകാം. ഒന്ന് ഉസാറായിട്ട് വാ എൻ്റെ മൂത്താപ്പ, നമുക്ക് പിന്നെ കാണാട്ടോ.
ഗംഭീരമായിരിക്കുന്നു ലിയാന. ഇനിയും വരണം കേട്ടോ ഇതുപോലെ കഥാപാത്രങ്ങളുമായി. ജൂൺ 5-ന് വൃക്ഷത്തൈകൾ നട്ടത് മറന്നോ? എല്ലാ ജൂൺ 5-നും ഓരോ തൈ നട്ടത് കൊണ്ടായില്ല, തലേ വർഷം നട്ടത് വളർന്നോ എന്ന് കൂടി അന്വേഷിക്കണം. വളരെ ശരിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂൾ പരിസരം ഒരു ഫലവൃക്ഷത്തോട്ടമാക്കി തീർക്കാൻ നമ്മുടെ PTA-ക്ക് ആലോചനയുണ്ട്. ദാറ്റ്സ് വണ്ടർഫുൾ. ഇന്ന് തന്നെ അതിന് തുടക്കം കുറിക്കാം. അതിമനോഹരമായ ഒരു ഗാനവുമായി പ്രിയപ്പെട്ട ആൻമരിയ എത്തിയിട്ടുണ്ട്. ലെറ്റ് us listen to it. Ave, ave, ave Maria, ave, ave, ave Maria, ave, ave, ave Maria, ave, ave, ave Maria. കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാട്ടിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെയകറ്റിടണേ, സാത്താനെ ദൂരെയകറ്റിടണേ. ആവെ മരിയ, ആവെ മരിയ, കന്യകമേരിയമ്മേ, 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 ആവെ, ആവെ, ആവെ മരിയ, ആവെ, ആവെ, ആവെ മരിയ, ആവെ, ആവെ, ആവെ മരിയ, ആവെ, ആവെ, ആവെ മരിയ. താങ്ക് യു. അവസാനമായി സെന്റ് ഫ്രാൻസിസ് സേവ്യറിന്റെ നാമധേയത്തിലുള്ള നമ്മുടെ വിദ്യാലയത്തിന്റെ സ്കൂളാന്തം ശ്രവിക്കാം. സ്നേഹം സേവ എന്നിയുക്തമാതൃശാദ്വയങ്ങളാ, സ്നേഹം സേവ എന്നിയുക്തമാതൃശാദ്വയങ്ങളാ, സെന്റ് സേവിയർസ് വിളങ്ങിടട്ടെ വിജ്ഞാനത്തിൻ ദീപമായി, സെന്റ് സേവിയർസ് വിളങ്ങിടട്ടെ വിജ്ഞാനത്തിൻ ദീപമായി, സ്നേഹം സേവ എന്നിയുക്തമാതൃശാദ്വയങ്ങളാ. ഇരുളടഞ്ഞ മാനസത്തിൽ ജ്ഞാനദീപം വീശിയും വീരപൗര സഞ്ചരത്തെ ഭാരതത്തിലേകിയും, ഇരുളടഞ്ഞ മാനസത്തിൽ ജ്ഞാനദീപം വീശിയും വീരപൗര സഞ്ചരത്തെ ഭാരതത്തിലേകിയും, ആയിരത്തിലെന്നുമെന്നും മുക്തിമാർഗദീപമായി, സ്നേഹം സേവ എന്നിയുക്തമാതൃശാദ്വയങ്ങളാ, സ്നേഹം സേവ എന്നിയുക്തമാതൃശാദ്വയങ്ങളാ. See you soon. Thanks for listening. Stay tuned to Savior and Voice 24.0.